എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസ് എടുക്കുന്നത് പുറത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ഇത് ഡിസ്റ്റർബൻസ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ചെറിയ രീതിയിൽ ചാറ്റുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പുറത്തുനിന്ന് എടുക്കാമെന്ന് കരുതി. ഐബ്രോസ് എങ്ങനെ കറക്റ്റ് നമുക്ക് വരഞ്ഞെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ രണ്ട് ഐബ്രോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനിത് കുറേ കാലം മുന്നേ എനിക്ക് ഐബ്രോസൊക്കെ ഒരു ലെവലില്ലാണ്ട് ഇത് ഈ രീതിയിലാണ്, ഒരു ഷേപ്പില്ലാണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഐബ്രോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 മാസത്തോളം ഐബ്രോസ് എടുക്കാണ്ട് നിന്നിട്ട് പിന്നെയാണ് ഞാൻ ഐബ്രോസ് എടുത്തത്. അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞില്ല ഷേപ്പിൽ എനിക്കെടുത്ത്, അതായത് ഇങ്ങനെയല്ലേ ഉണ്ടായത്. അത് എനിക്ക് വരുന്ന സമയത്ത് മുകളിലോട്ട് നന്നായിട്ട് വരും. പിന്നെ ഞാനിങ്ങനെ കയറ്റി എടുത്തിട്ട് ഒരു ഷേപ്പ് ഞാൻ തന്നെ അവരോട് പറഞ്ഞു കൊടുത്തിട്ട് അവർ ആ ഷേപ്പിലെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഈ രീതിയിൽ ഇപ്പോൾ എൻ്റെ ഐബ്രോസ് ആയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഇപ്പോൾ ഞാൻ ഐബ്രോസ് എടുക്കാൻ പോയാൽ അവർ പറയാറുണ്ട് കേട്ടോ, ഷേപ്പില്ലാന്ന്, ഐബ്രോസിന് കൃത്യമായിട്ടൊരു ഷേപ്പില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് അതൊരു ഭംഗിയാക്കി കൊണ്ടുവരുത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഐബ്രോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഐബ്രോസാണ് ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഇവിടെ 2 പ്രോഡക്റ്റാണ് എടുത്തിട്ടുള്ളത്. സ്വിസ് ബ്യൂട്ടീൻ്റെ ഐബ്രോ പാലറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് 4 ഷെയ്ഡാണ് മൊത്തം വരുന്നത്. ഇതുപോലെ ഇത് നല്ലൊരു ബ്രഷ് ആവശ്യമാണ് കേട്ടോ. ഫില്ല് ചെയ്യാനായിട്ട് പോകാം. അതിന് മുന്നേ ഞാനിതാ ഒന്ന് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഞാനിത് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ ഇതാണ് ഞാൻ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ കോംബ് ചെയ്തിട്ട് ആണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിഭാഗത്ത്, മേലത്തെ ഭാഗം ഞാനിപ്പോൾ ഫില്ല് ചെയ്യുന്നില്ല. അടിഭാഗത്തേക്ക് മുകളിലോട്ടേക്ക് കോംബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ അടിഭാഗത്തു നിന്നാണ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ എടുത്ത പാടെ മുകളിലത്തെ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ മുകളിലത്തെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഫില്ല് ചെയ്ത് ബാലൻസ് വെച്ചിട്ട് വേണം നമ്മളിവിടെ ഫില്ല് ചെയ്യാനായിട്ട്. അതായത് ഈ മുകളിലത്തെ ഭാഗത്ത് ഫില്ല് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, ആർട്ടിഫിഷ്യലായിട്ടുള്ളത് പോലെ തോന്നിക്കും നമുക്ക് ഐബ്രോസ്. ശരിക്കും നമ്മൾ ഫില്ല് ചെയ്തത് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ എന്താ ഇനി ഒരു പ്രാവശ്യം കൂടി എന്താ ഇതുപോലെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഒന്നുകൂടി ഇതെടുത്തിട്ട് ഇവിടെ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം അതേ ബ്രഷ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മൾ അടിഭാഗത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ഒന്നും കൂടി എടുത്തിട്ട് അടിഭാഗത്ത് ഒന്നുകൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ സൈഡിൽ അവിടെ എനിക്ക് ഐബ്രോസ് കുറച്ച് കുറവാണ് കേട്ടോ, അതുകൊണ്ട് അവിടെ കുറച്ച് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ എന്താ ഒന്നുകൂടി കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇതിപ്പോൾ പൗഡർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കൺസീലർ എടുത്തിട്ടുണ്ട്. കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബ്രഷും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് അല്പം എടുത്തിട്ട് ഇതുപോലെ ഐബ്രോസിൻ്റെ അടിയിലായിട്ടൊന്ന്
ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് എന്നിട്ട് നല്ലൊരു ഭംഗി, നമ്മളെ ഐബ്രോസ് നല്ല കുറച്ച് എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കാണ്ട് നല്ലൊരു ഭംഗി തോന്നിക്കും, കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് മേളത്തെ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഐബ്രോസിൻ്റെ തൊട്ട് മുകളിലായിരിക്കണം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഐബ്രോസിലാവാതെ. എന്നിട്ട് ഒന്നുകൂടി ഞാൻ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ നമ്മളിപ്പോൾ കൺസീലറിൻ്റെ ഭാഗം നമുക്ക് കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫില്ല് ചെയ്ത ഐബ്രോസും ഫില്ല് ചെയ്യാത്ത ഐബ്രോസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള സാധനമല്ല, നിങ്ങളുടെ കയ്യിൽ പെൻസിലാണെങ്കിൽ, ഐബ്രോ പെൻസിലാണ് ഉള്ളതെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യാമെന്നുള്ളത് അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഇവിടെയായിട്ട് ഈ ഐബ്രോസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം, ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഐബ്രോ പെൻസിലാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതുപോലെ ബ്രഷും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഐബ്രോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാനിതാ ഇതുപോലൊരു ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ അടിഭാഗത്തായിട്ടാണ് ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്ന അതൊക്കെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് കോംബ് ചെയ്യുന്ന സമയത്ത് അത് റെഡി ആയിക്കോളും കേട്ടോ. പിന്നീട് ഞാനിത് ഇവിടുന്നാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഞാനിത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് കോംബ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിവിടെ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റായിട്ട് ചെറുതായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇന്നലെ നിഴല് പോലെ മാത്രം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. മേലത്തെ ഭാഗം ഞാനൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിലാണുള്ളത്. ബിഗിനേഴ്സിനാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് ഇത് വെച്ചിട്ടാണ്, പെൻസിൽ വെച്ചിട്ടാണ്. നമുക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല. അപ്പം എൻ്റെ ഈ ഐബ്രോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കുന്നത്. എന്നാൽ ഇതാണെങ്കിൽ
നല്ല ബ്ലാക്ക് ആയതുകൊണ്ട് നല്ലൊരു ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ബിഗിനേഴ്സിന് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ലൊരു ബ്രഷ് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ആമസോണിൽ ഈ ഒരു ബ്രഷിന് 100 രൂപ, 99 രൂപയാണ് ആമസോണിൽ ഈ ബ്രഷിന് വരുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി കേട്ടോ, ഒരു 6 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അഴുക്കായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയാൽ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാറാണ് കേട്ടോ. ഒന്ന് ഷാമ്പൂ ഇട്ട വെള്ളത്തിൽ അങ്ങനെ കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കാറാണ് കേട്ടോ. ഇതും സ്വിസ് ബ്യൂട്ടിയുടെയാണ് വരുന്നത് കേട്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷിനെയാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കറക്റ്റ് നമുക്ക് ഫിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ബ്രഷൊക്കെ കണ്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട്, അതുപോലെ തന്നെ ബ്രഷ് കോംബ് ചെയ്യുന്ന ഭാഗമായാലും നമുക്ക് നല്ല കോംബ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമുണ്ട്. ഈ സ്വിസ് ബ്യൂട്ടിയുടെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു ബ്രഷൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ശ്രമിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ആവാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ബ്രഷ് വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് ഒന്ന് ഐബ്രോസ് ഫിൽ ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഐബ്രോസ് ഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഐബ്രോസ് ഫിൽ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ബ്രഷ് വെച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഹൈലൈറ്റിംഗ് ആൻഡ് ലാഷ് ബ്രഷ് എന്നാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോക്കാം. അപ്പോൾ ഇത് 99 രൂപയോ മറ്റോ അതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ 2 നിങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ആമസോണിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. 2 ഇത്രയും ചെറിയ റേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. 2 ഓർഡർ ചെയ്താൽ മാത്രമേ അവർ ഡെലിവറി ചെയ്യുന്നുള്ളൂ. ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ഈ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഐബ്രോസ് സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ, സീ യു.